അമ്മ ഒരു വശം കാണാം. അമ്മയ്ക്ക് മനസ്സിലായി താൻ സ്നേഹിച്ചവർ തന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയെന്നത്. തൻ്റെ വായിത്തിരിച്ച് തൻ്റെ മക്കൾ പോലും അമ്മയെ ഒറ്റപ്പെടുത്താൻ തോന്നിയെന്ന് ചോദിച്ചപ്പോഴോ അമ്മ എൻ്റെ കൂടെ വന്നത്. അമ്മയ്ക്കൊരു മാപ്പിള പെൺകുട്ടി എൻ്റെ കൂടെ ഒന്ന് വന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ മതത്തിൻ്റെ വലിയ ആക്കി നിർത്തിയതാണ്. മരണവും മരണാനന്തരവും ചെയ്തതാണ്. പക്ഷെ എൻ്റെ അമ്മ അവസാനം ചെയ്ത് പറയും, എനിക്ക് അർഹതപ്പെട്ട 1 ഏക്കർ 36 സെന്റ് സ്ഥലത്തിൻ്റെ രജിസ്റ്റർ ചെയ്ത് അത് രേഖയാക്കി എൻ്റെ പാസ്റ്റർ കൂടി കൊടുത്തു. ആ കാലത്ത് ഇന്ന് എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് എൻ്റെ കുടുംബത്തിൽ എന്നോടൊപ്പം എൻ്റെ അമ്മ സുഖമായി ജീവിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് 1000 രൂപ പെൻഷൻ കിട്ടുന്നു. ക്യാൻസർ ആയപ്പോൾ കണ്ടു വന്നതുകൊണ്ട് ഒരു ഗുളിക പോലും എൻ്റെ അമ്മ കുടിക്കുക നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, പറയുകയാണെങ്കിൽ നേരം വെളുപ്പോളം പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ അറിയുക അമ്മയുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കിയതാണ് എൻ്റെ രക്ഷ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പോയാൽ അവസാനിക്കത്തില്ല. ദൈവം ചെയ്ത നന്മകൾ ഒരുപാട് 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 പറയാറുണ്ട്. അമ്മൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ വച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറന്നാട്ടെ, ആത്മീയ കണ്ണുകളെ തുറന്നാട്ടെ. ഒരു നിമിഷം നിങ്ങളെ നിശബ്ദനായ യേശുവിനെ വധിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും കർത്താവേ, ഇതിനകത്തിരിക്കുന്ന ദീപജലത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓർമ്മകളുണ്ട് കർത്താവേ, ബലഹീനതകളുണ്ട് കർത്താവേ, പലപ്പോഴും തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നപ്പോ പറയാൻ കഴിയും. എന്റെ ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റിയപ്പോ പല രീതിയിലും ഞാൻ അറിഞ്ഞോ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ സംഭവിച്ചതാണ്. എത്ര പേർ പ്രാർത്ഥിക്കാൻ കഴിയും. കുഞ്ഞിന്റെ വിഷയത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി എന്ന ദൈവം പ്രവർത്തിക്കുന്നത് എത്ര പേർ കരയുവാൻ കഴിയും, എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. യേശുവേ, ഞാൻ മാത്രമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയുവാൻ കഴിയും, യേശുവേ എന്നോട് മനസ്സറിയണേ, നീ എന്നോട് കരുണ കാണിക്കണേ. ആർക്കും അറിയാതെ ഞാൻ വർഷങ്ങളായി മാസങ്ങളായി കൊണ്ട് നടക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണേ. യേശുവേ, അങ്ങനോട് സംസാരിച്ചല്ലോ, അങ്ങനോട് ഇടപെട്ടല്ലോ നാഥ. ഇന്ന് രാത്രി അങ്ങനോട് ഇടപെട്ടതിനായി സ്തോത്രം. എന്റെ കുടുംബത്തിന്റെ അതിരുകൾ വിശാലതയിലേക്ക് നയിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞാനും എന്റെ കുടുംബം ഒരുമിച്ച് ദൈവത്തെ തീരുമാനമെടുക്കാൻ കഴിയുമോ? എത്ര പേർക്ക് ഇന്നങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ടവരുമായി എന്റെ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഞാൻ ആലയത്തിൽ വന്ന് ദൈവത്തെ സ്തുതിക്കും. അവൻ ദൈവത്തോടടുത്ത് വരുമെന്ന്, ദൈവത്തോട് ചേർന്ന് നിൽക്കുമെന്ന്. ശേഷിക്കുന്ന ദിവസങ്ങൾ, ആയുസ്സിൽ ശേഷിക്കുന്ന ദിവസങ്ങൾ അത് യേശുവിന് വേണ്ടി മാറ്റിവെക്കപ്പെടും. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, അങ്ങനെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ കരുണാമയനായ ദൈവത്തിന്റെ കരുണ നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. സമക്ഷം സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു. അതായി പ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിച്ചതിനായി സ്തോത്രം. ഈ ദേശത്തണിഞ്ഞും ഒളിഞ്ഞും കിടക്കുന്ന ദൈവജനത്തെ ഈ നാളുകളിൽ ദേശത്ത് ആലയത്തിലേക്ക് കൂട്ടി വരുത്തറിയാം. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നവർ അനുഗ്രഹമായി, ഇവരുടെ വിശ്വാസ ജീവിതം അനുഗ്രഹമായി, ഇവരുടെ ജീവിതം അവർ കണ്ടുകൊണ്ട് അനേകം വിശ്വാസ ജീവിതത്തിലേക്ക് മടങ്ങി വരും. ദൈവാത്മാവ് ഈ നാളുകളിൽ എടുത്തുപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും കർത്താവിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.